ഹലോ എവ്രി വൺ, ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പേപ്പർ സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. സോ നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. യൂണിറ്റ് 1ൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ചില ഭാഗങ്ങൾ ഇതിലുണ്ടാകില്ല, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കി പോകുന്നത് കൊണ്ട്. സോ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ. സോ റിവ്യൂ ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദി സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റ്. Explain the concept of participatory and non-participatory management and state the difference between them. Also mention the advantages and disadvantages of participatory management. What is educational management and discuss its components. Briefly explain the components, planning, organizing and controlling of educational management. Discuss the management of human resources, material resources and financial resources in educational management. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Scope of school management. Anything and everything having to do something with the education of the child through the agency of the school will be included in the scope of school management. അപ്പം ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയും സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റിലാണ്. ഇൻ സ്കൂൾസ് റൺ ബൈ രജിസ്റ്റേർഡ് ബോഡീസ് ദ ഇലക്റ്റഡ് സെക്രട്ടറി ഓഫ് ദ ഗവേണിംഗ് ബോഡി ടേക്സ് കെയർ ഓഫ് ദ ഡേ ടു ഡേ അഫെയർസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ സ്കൂൾ വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ദ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ ഓഫ് ദ സ്കൂൾ. ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫ് ദ സ്കൂൾ. ഓക്കെ, The following may be considered as necessary components of school management. എന്തൊക്കെയാണ്? Providing the human equipment. ഹ്യൂമൻ എക്യുപ്മെൻറ്റുകളാണ് ഹെഡ് മാസ്റ്റർ, ടീച്ചിങ് സ്റ്റാഫ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആൻഡ് മീനിയൽ സ്റ്റാഫ്. പിന്നെ പ്രൊവൈഡിങ് ദ മെറ്റീരിയൽ എക്യുപ്മെൻറ്റ്. ആദ്യം ഹ്യൂമൻ എക്യുപ്മെൻ്റ് ആണ്, പിന്നീട് മെറ്റീരിയൽ എക്യുപ്മെൻ്റ് ആണ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഫാം ലബോറട്ടറീസ്, ലൈബ്രറി, മ്യൂസിയം, ആർട്ട് ഗാലറി എക്സെട്ര. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ക്ലാസ്സസിന് വേണ്ടിയിട്ടുള്ള കരിക്കുലം പ്രിപ്പയർ ചെയ്യുക, ഓർഗനൈസേഷൻ ഓഫ് എ സിസ്റ്റമാറ്റിക് കോ കരിക്കുലർ പ്രോഗ്രാം, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ലൈബ്രറി, മ്യൂസിയം, ഹോസ്റ്റലൊക്കെ ഓർഗനൈസ് ചെയ്യുക, ഓർഗനൈസേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, എക്സിബിഷൻസിനെയും മ്യൂസിയത്തിനെയും ഒക്കെ കണ്ടക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഓർഗനൈസേഷൻ ഓഫ് ഗൈഡൻസ് സർവീസ്, മെയിൻറ്റെയിനിങ് ദ സ്കൂൾ റെക്കോർഡ്സ്, പ്രൊവൈഡിങ് വേരിയസ് ഓക്സിലറി സർവീസസ് ലൈക്ക് മിഡ് ഡേ മീൽസ്, സ്കൂൾ യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക് എക്സെട്ര, കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഹോം, സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി, സൂപ്പർവിഷൻ ഓഫ് സ്കൂൾ വർക്ക്, ഇവാലുവേഷൻ ഓഫ് പീപ്പിൾ അച്ചീവ്മെൻറ്റ്, financing and budgeting, cooperating with departmental authorities and implementing the orders of the higher educational authorities എന്നിവയാണ്. സോ നമുക്ക് അറിയാം, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് നെസസറി കോമ്പണൻസ് ഓഫ് സ്കൂൾ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 17ഓളം പോയിൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു 10-15 പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സിമ്പിൾ പോയിൻറ്റ്സ് അല്ലേ? സോ അത് ഓർത്ത് വയ്ക്കുക. കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ കൂടെ ചെയ്യാം കേട്ടോ. ഇനി പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Participatory management is the practice of empowering members of a group such as employees of a company or teachers of an educational institution or member of a community to participate in organizational decision making, in the analysis of problems, development of strategies and in the implementation of solutions. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപവറിങ് മെമ്പേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ എംപവർ ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഇത് എവിടെയുള്ള ആളുകളാണ്? ഒന്നെങ്കിൽ ഒരു കമ്പനിയിലെ എംപ്ലോയീസ്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളെ ഓർഗനൈസേഷനിൽ ഡിസിഷൻ മേക്കിങ്ങിനും അവരുടെ പ്രോബ്ലംസിനെ മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റിനെയാണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ആർ ഇൻവൈറ്റഡ് ടു ഷെയർ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓഫ് ദ ഫേം ഓർ ഓർഗനൈസേഷൻ ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഗെറ്റിംഗ് ഗോൾസ്, ഡിറ്റർമൈനിങ് വർക്ക് ഷെഡ്യൂൾ ആൻഡ് മേക്കിംഗ് സജഷൻസ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെ ആണ് പാർട്ടിസിപ്പേറ്ററി നടക്കുന്നത്. ഇനി 4 പ്രോസസ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ. എന്തൊക്കെയാണ് ആ 4 പ്രോസസ്സസ്? ഒന്നാമത്തേതാണ് ഇൻഫർമേഷൻ ഷെയറിംഗ്, വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് കീപ്പിംഗ് എംപ്ലോയീസ് ഇൻഫോംഡ് അബൌട്ട് ദി ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫേം ഓർ ഓർഗനൈസേഷൻ. അടുത്തത് ട്രെയിനിങ് ആണ്, വിച്ച് ഇൻവോൾവ്സ് റേസിംഗ് ദ സ്കിൽസ് levels of employees and offering development opportunities that allow them to apply new skills to make effective decisions regarding the organization as a whole.
അടുത്തത് എംപ്ലോയി ഡിസിഷൻ മേക്കിംഗ് ആണ്, വിച്ച് ക്യാൻ ടേക്ക് മെനി ഫോംസ് ഫ്രം ഡിറ്റർമൈനിങ് വർക്ക് ഷെഡ്യൂൾസ് ടു ഡിസൈഡിങ് ഓൺ ബഡ്ജറ്റ് ഓർ പ്രോസസ്സസ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ എന്തുമാകാം, ഒന്നെങ്കിൽ വർക്ക് ഷെഡ്യൂൾ തീരുമാനിക്കുന്നതോ ബഡ്ജറ്റ് പ്രോസസ്സുകളോ അങ്ങനെ എന്തുമാകാം കേട്ടോ. ഇനി റിവാർഡ്സ് വിച്ച് ഷുഡ് ബി ടൈഡ് ടു സജഷൻ ആൻഡ് ഐഡിയാസ് ആസ് വെൽ ആസ് പെർഫോമൻസ്. അപ്പോൾ ഇതാണ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ്റെ 4 പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇനി പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മിനിമൈസിങ് സോഷ്യൽ കോൺഫ്ലിക്ട്സ്, ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടുവാർഡ്സ് ദ ജോബ് ഡൺ, more opportunities for employees to use their creativity and innovation, which in turn can lead to their increased happiness and independence. Employees have more independence and therefore may take more responsibility and pride in their work. Employees feel like an integral component of the organization and therefore have more pride, motivation and incentive to fulfill the project. Reduced cost through increased efficiency and lesser need to supervision and delegation. Participatory management can lead to the empowerment of employees, which in turn could lead to employees taking more risk. These risks can be successful or harmful to the project's productivity level. അപ്പോൾ ഒരു പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോഷ്യൽ കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കുന്നുണ്ട്, അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെ പാർട്ടിസിപ്പേറ്ററി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അവരുടെ ഫേമിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുകയാണ് ചെയ്യുക. അവരുടെ ഓൺ റിസ്കിൽ അവർ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് ഡിസഡ്വാൻറ്റേജുകളാണ് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്ലോ ഡൗൺ ആവും, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ഈഗോട്ടിസം, ആരഗൻസ് ബൈ മേക്കിംഗ് എ ടെൻസ് എൻവയോൺമെൻറ്റ് അമംഗ് അതർ മെമ്പേഴ്സ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ അവർ തമ്മിൽ അവിടെയുള്ള ആളുകൾ തമ്മിലുള്ള ചെറിയ സ്വരച്ചേർച്ചകൾക്ക് വ്യത്യാസം വരും. Egotism or arrogance can result in problems for the supervisors and managers, which lead to poor productivity. Individual empowerment may lead to decreased productivity on account of opinions and cultures clashing. Individual empowerment ഉള്ളതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി ചിലപ്പം കുറയാൻ മതി, കാരണം ഓരോരുത്തർക്കും അവിടെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ ഉണ്ടല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻ്റ് ആണ്. ഇനി നോൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. Is the practice wherein decision making is done at the top level, like board of management or principals in the case of educational institution or chief executive of company, and is communicated down the line to the subordinates for compliance and implementation. നേരത്തെ പറഞ്ഞതിൽ എല്ലാവർക്കും ഡെസിഷൻ എടുക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഈ കേസിൽ നോൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ കുറവായതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ബോർഡോ ഇനി സ്കൂൾ പ്രിമൈസസ് അല്ലെങ്കിൽ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഒക്കെയാണ് ഡിസിഷൻ എടുക്കുന്നത്. പാർട്ടിസിപ്പേറ്ററിൻ്റെയും നോൺ പാർട്ടിസിപ്പേറ്ററിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ഫ്ലെക്സിബിൾ ആൻഡ് പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, മറ്റേത് റിജിഡ് ആൻഡ് ബ്യൂറോക്രാറ്റിക് ആണ്, കാരണം ഇത് മേലധികാരി ഉണ്ടാവും. ഡിസിഷൻ എമേർജസ് ഫ്രം വിത്തിൻ, മറ്റേതാണെന്നുണ്ടെങ്കിൽ കംസ് ഫ്രം അബവ്. It gives freedom and dignity to every member of the firm or organization. എന്നാൽ മറ്റേതിൽ they cannot discuss but have to obey the rules and orders. Motivation comes from within. Motivation is provided by the manager. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 6ഓളം പോയിൻറ്റ്സ് ഇട്ട് വായിച്ച് നോക്കുക. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ. കാരണം ഈ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടും പഠിച്ചു പോകും, ഏതെങ്കിലും ഒന്നല്ല രണ്ടും പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കമ്പാരിസൺ ചെയ്തിട്ട് പഠിക്കാം. അടുത്തത് കോമ്പറ്റൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻ്റ് ആണ്. എഡ്യൂക്കേഷൻ ഈസ് ദ പ്രൊവിഷൻ ഓഫ് എ സീരീസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് ടു സ്റ്റുഡൻസ് ടു order to impart knowledge, values, attitudes and skills with the ultimate aim of making them productive members of a society. Whereas educational management is the process of planning, a point ningal nokanda, is the process of planning, organizing, directing, coordinating and controlling of an institution by utilizing human and material resources so as to effectively and efficiently accomplish the functions of teaching, extension work and research. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്, കോമ്പണൻസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻ്റ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി മേജർ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതിൽ 4ഓളം പോയിൻറ്റ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫ്രെയിമിംഗ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, ലേയിങ് ഡൗൺ ദ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ, ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, മോട്ടിവേഷണൽ സ്ട്രാറ്റജീസ് ടു ബി അഡോപ്റ്റഡ് ഫോർ ദ സ്റ്റാഫ്, പ്ലാനിംഗ് ഉണ്ട്, അതിൽ ഫോർകാസ്റ്റിംഗ് ബജറ്റിംഗും ഉണ്ട്. അത് തന്നെ 2 ആക്കിയിട്ടുണ്ട്. ഫിസിക്കൽ റിസോഴ്സ് റിക്വയർഡ്, ഹ്യൂമൻ റിസോഴ്സ് റിക്വയർഡ്. അടുത്ത ഓർഗനൈസിംഗ് ആണ്, അതിലും 2 പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, സ്റ്റാഫിംഗ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ
കമ്മ്യൂണിക്കേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, കോർഡിനേറ്റിംഗ്, ഇവാലുവേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഇതിലൊക്കെ സബ് പോയിൻറ്റ്സും ഉണ്ട്. നിങ്ങൾ പോസ് ചെയ്ത് വെക്കുക, എഴുതിയെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലെക്ചർ നോട്ട് ഉണ്ടാക്കുക, റിവൈസ് ചെയ്യുക. പ്ലാനിങ് നോക്കുക. പ്ലാനിങ് ഇൻവോൾവ്സ് വർക്കിംഗ് ഔട്ട് എ ബ്രോഡ് ഔട്ട്ലൈൻ ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ടു ബി ഡൺ ടു അക്കംപ്ലിഷ് ദ പർപ്പസ് സെറ്റ് ഫോർ ദ സ്കൂൾ ഓർ ഓർഗനൈസേഷൻ. ഇനി ഓർഗനൈസിങ് എന്താണ്? പ്ലാനിങ് നിങ്ങൾക്കറിയാം, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇനി ഓർഗനൈസിങ്, ഇറ്റ് ഈസ് എ ടാസ്ക് ഓഫ് എംപ്ലോയിങ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഇൻ അഡീക്വേറ്റ് നമ്പർ, ബിൽഡിംഗ് ദ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻഷുറിംഗ് പ്രോപ്പർ കോർഡിനേഷൻ. Important steps involved in the process of organizing are determination and enumeration of activities and programs, grouping and assignment of activities, allocation of fixed responsibilities to definite person, and delegation of authority എന്നുള്ളത്. അടുത്തത് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് ഇൻ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് മെഷറിംഗ് ആൻഡ് മോണിറ്ററിംഗ് പെർഫോമൻസ് in accordance with plans and taking corrective actions when required. കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മോണിറ്റർ ചെയ്യുക, നമ്മൾ ചെയ്ത കാര്യത്തിനെ മെഷർ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, എന്നിട്ട് അത് കറക്റ്റായിട്ടുള്ള രീതിയിലാണോ പോകുന്നത് എന്ന് നോക്കുക. ഇറ്റ് എസ്റ്റാബ്ലിഷസ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ്, മെഷേഴ്സ് ആൻഡ് റിപ്പോർട്ട്സ്, ആക്ച്വൽ പെർഫോമൻസ്, കമ്പയർസ് ദ ടു ആൻഡ് ടേക്സ് കറക്റ്റീവ് ഓർ പ്രിവെൻറ്റീവ് ആക്ഷൻ ആസ് നെസസറി. അപ്പോൾ കറക്റ്റീവോ പ്രിവെൻറ്റീവോ ആക്ഷൻ എടുക്കുന്നത് ഈ കൺട്രോളിങ്ങിലാണ്. ഇനി ഡിറക്ഷൻ എന്താണ്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ് ആൻഡ് സബോർഡിനേറ്റ്സിൻ്റെ അവിടെ സ്പേസ് വന്നിട്ടുണ്ട്, ഇഗ്നോർ ചെയ്യുക. ആൻഡ് ഈക്വൽസ് ഈസ് എസെൻഷ്യൽ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ആൻഡ് ഇൻഅഡീക്വസി ഷുഡ് ബി അവോയ്ഡഡ്. മോട്ടിവേഷൻ ഈസ് ഇംപ്ലൈഡ് ഇൻ ഡിറക്ഷൻ. അതാണ് ഡിറക്ഷനിൽ പറയുന്നത്. അടുത്ത കോർഡിനേഷനാണ്. പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാട്ടോ. കോർഡിനേഷൻ ആയാലും പ്ലാനിങ് ആയാലും ഓർഗനൈസിങ് ആയാലും കൺട്രോളിങ് ആയാലും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. Persons, materials and ideas are interwoven and is necessary to achieve the objectives of the management. ഞാനിത് വായിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ സ്പീഡായിട്ട് തോന്നുകയാണെങ്കിൽ സ്ലോയിലിട്ട് കേൾക്കുക. ഇനി ചില ആളുകൾക്ക് നല്ല സ്പീഡ് വേണ്ടി വരും, അപ്പോൾ സ്പീഡിലിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. Evaluation. All plans, schemes and programs have to be evaluated to assess their success or failure. ഒരു കാര്യം വിജയിച്ചിട്ടുണ്ടോ അത് ഫെയിലിയർ ആയിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം. അത് ഫ്യൂച്ചർ പ്ലാൻസിനെ മോർ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ റെക്കോർഡിങ്ങും റിപ്പോർട്ടിങ്ങും എന്താണ്? റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ് വിത്ത് കറക്റ്റ് ആൻഡ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. Records of individual students, teachers, receipts and payment are some of them. ഇനി റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ്? ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, whatever may be the types of management in its functions, the important areas of operation which fall under the scope of management are resources, time. ഇനി ഈ റിസോഴ്സസ് തന്നെ 3 തരത്തിലുണ്ട്. ഹ്യൂമൻ റിസോഴ്സ്, മെറ്റീരിയൽ ഓർ ഫിസിക്കൽ റിസോഴ്സ് ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സ്. 3 ടൈപ്പിലുള്ള റിസോഴ്സസ് ആണ് വരുന്നത്. ഇനി ഓരോ റിസോഴ്സസ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്താണ്? Population of a country becomes human resources depending upon level of education, training, aptitude for work and social service of people. In educational institutions, most part of their human resources constituted by teachers, in which turns is governed by the education, training, aptitude, abilities and health. By appointing right persons who have the requisite educational qualification, training, teaching aptitude, ability to organize various curricular and co-curricular activities for the post of teachers, an educational institution can function effectively and efficiently. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആപ്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് ആപ്റ്റായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവരും. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഫീൽഡിലാണെങ്കിൽ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ആപ്റ്റിറ്റ്യൂഡ്, എബിലിറ്റീസ്, ഹെൽത്ത് ഇതൊക്കെ ഗവേൺ ചെയ്യുന്നത് ടീച്ചേഴ്സാണ്. സോ അതിന് പറ്റുന്ന ആളുകളെ ഏൽപ്പിക്കുക. അതുപോലെ ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ക്വാളിഫിക്കേഷൻ ഓൾസോ. അതാണ് ഹ്യൂമൻ റിസോഴ്സസിൽ പറയുന്നത്. എന്നാൽ മെറ്റീരിയൽ റിസോഴ്സസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈവൻ ദോ ദ സർവീസസ് ഓഫ് ഗുഡ് എംപ്ലോയീസ് ആർ പ്രിക്വേർഡ്, ഇറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ടു പ്രൊവൈഡ് ദം ദ റിക്വയർഡ് ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ്. Many materials and facilities are required in the functioning of an institution. Human resource നല്ല ടീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെ എന്നും കൂടെ വേണം. They should be made available adequately with the right time to make the institution function smoothly and effectively. അപ്പോൾ അതിന് കുറച്ച് മെറ്റീരിയൽസ് വേണം. അത് 2 കാറ്റഗറിയിലാണ് വരുന്നത്. കൺസ്യൂമബിൾ ഗുഡ്സും ഡ്യൂറബിൾ ഗുഡ്സും ആയിട്ടാണ് വരുന്നത്. ഇനി ഫൈനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നത്
Income derived from its immovable properties like land, buildings, farms, shops, gardens, etc. Government grants received. Tuition fees, special fees, penalties, etc. levied on students. This forms the sizable chunk of income in self-financing education institutions only. Donations received from inland and abroad, disposal of waste materials, ഇതൊക്കെ ഫൈനാൻഷ്യൽ റിസോഴ്സസിലാണ് വരുന്നത്. The expenses of an institution generally fall under the following heads. ആരൊക്കെയാണ്? സ്റ്റാഫ് സാലറി, അലവൻസസ് ആൻഡ് അഡ്വാൻസ് മെയ്ഡ്, റെൻറ്റ് പെയ്ഡ് ഫോർ ദ ക്യാമ്പസ്, റിപ്പയർ ആൻഡ് ആനുവൽ മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്, procurement of materials and equipments, taxes paid for the local civic bodies, day-to-day expenses incurred for transport, repair, maintenance, electricity and water charges, telephone charges, etc., office expenses, stationery and other miscellaneous expenses. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സ്പെൻസുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഓരോ വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പഠിച്ചു, അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ റിസോഴ്സസിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഹ്യൂമൺ ആയാലും അതുപോലെ മെറ്റീരിയൽ ആയാലും ഫൈനാൻഷ്യൽ ആയാലും ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് റിസോഴ്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻലി നമ്മൾ പോയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിലാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ടോപ്പിക്കുകൾ ഇതിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കവർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. നമ്മളത് മാത്രമായിട്ട് ചെയ്തു തരുന്നതാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ ഉടനെ നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് വരുന്നതാണ്. സോ ബൈ.